അപ്പോൾ നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന തിരുവനന്തപുരം LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. നമ്മുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നാമത്തത് വൈക്കം സത്യാഗ്രഹം, 2 ചാന്നാർ ലഹള, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് ചാന്നാർ ലഹള എന്നായിരുന്നു 1859 അല്ലേ. രണ്ടാമത് വരുന്നത് 4 മലബാർ കലാപം ഏതാ 1921 പിന്നെ വരുന്നത് 1 അതായത് വൈക്കം സത്യാഗ്രഹം 1924 പിന്നെ ലാസ്റ്റ് വരുന്നത് മൂന്നാമത്തത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവർ പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നാമത്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു. ആണോ? ശരിയാണ്. രണ്ടാമത്തത് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ശരിയാണോ? തെറ്റാണല്ലേ. എന്നായിരുന്നു 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താ? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 3 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നാലാമത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 3, 4 ഏത് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധമില്ലാത്തതായിരുന്നു അല്ലേ. ശരിയല്ലാത്തത്, നാറ്റോയുമായിട്ട് ബന്ധമില്ലാത്തത്. 1 1949 ഇത് സ്ഥാപിതമാകുന്നത്. നാറ്റോ സ്ഥാപിതമായ വർഷം ഏത് തന്നെയായിരുന്നു? 1949 ആണോ? ശരിയാണല്ലേ. 1949 ഏത് സ്ഥാപിതമാകുന്നത്? നാറ്റോ സ്ഥാപിതമാകുന്നത്. 2 ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. തെറ്റാണ്, ബ്രസൽസ് ആണല്ലേ. ബ്രസൽസിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നാറ്റോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ അവസാനമായിട്ട് ചേർന്ന രാജ്യം സ്വീഡൻ തന്നെയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. തെറ്റാണല്ലേ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 3 ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബന്ധമില്ലാത്തത്, അതായത് തെറ്റായത് ഏതൊക്കെയാ? 2, 4 അല്ലേ. ഓപ്ഷൻ ഡി ആണ്. 2, 4 ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാന്ന് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡി ഏതാ? സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടിയർ എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള ജോഡിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് റോബസ്പിയർ, ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തിസീസ് വ്ളാഡിമിർ ലെനിൻ ആണ്. അതോ ലോങ് മാർച്ച് ആര് തന്നെയാണ്? മാവോ സേതോങ് തന്നെയാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ. ഒന്നാമത്തത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതി ചെറുത് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തത് ശരിയാണല്ലേ. ഇവിടെ നമ്മൾ ശരിയായത് എഴുതാനോ പറഞ്ഞിരിക്കും. അപ്പോൾ ഒന്നില്ലാത്ത പ്രസ്താവനകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇതിൽ ഓപ്ഷൻ ബിയിൽ എന്തില്ല? ഒന്നില്ല. ഓപ്ഷൻ 4 സിയിലും എന്തില്ല? ഒന്നില്ല. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് നമ്മൾ കട്ട് ചെയ്തു. രണ്ടാമത്തത് 1988 ജനുവരി 20 അന്തരിച്ചു. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ 2 ഇല്ലാത്തത് നമുക്ക് വെട്ടിക്കളയാം. ഇനി നമുക്ക് 2 അറിയില്ലെങ്കിൽ അവിടെ വെക്കാം. മൂന്നാമത്തത് 1987 ഭാരതരത്നം ലഭിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. 1987 ഭാരതരത്നം ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എയും കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇനി ബാക്കി വരുന്നത് ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാന്നുള്ളത് മാത്രം വരും. അപ്പോൾ ആറാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. 1 ഇത് രൂപീകരിച്ചത് 1953 ആണോ? ശരിയാണ്. 1953 ഇത് രൂപീകരിക്കുന്നത്. പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നില്ലാത്ത ജോഡിയൊക്കെ നമുക്ക് വെട്ടിക്കളുടെ ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളുടെ നമുക്ക് ഇത് വെട്ടാം, നമുക്ക് സിയും വെട്ടാം അല്ലേ. 2 ഓപ്ഷനെ ബാക്കിയുള്ളത്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആണോ?
ഫസൽ അലി എന്ന കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്ത് പേരിൽ അറിയപ്പെടുന്നില്ല? ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. അപ്പോൾ അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന. നമുക്കിവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത്. അപ്പോൾ 2 വരുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. ഏതാ? ഓപ്ഷൻ എയിൽ 2 ഉണ്ട് അല്ലേ? അപ്പം ബാക്കി ഓപ്ഷൻ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഏത് തന്നെ വന്നു? 1, 3, 4 ശരിയാന്നുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു നമുക്ക് ആൻസർ ആയിട്ട് അല്ലേ. ഇനി 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ശരിയാണോ? സ്ട്രാറ്റോസ്ഫിയർ ആണോ? തെറ്റാണ് അല്ലേ. അപ്പോൾ എന്താണ്? നമുക്ക് ഓപ്ഷനിൽ തെറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ാമത്തത് തെറ്റ് തന്നെയാണ്. എന്ത് തന്നെയാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ശരിയാണ്. അപ്പോൾ 1 ഓപ്ഷനാണ് നമുക്ക് വരേണ്ടത് അല്ലേ. അപ്പോൾ 1 ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞാലോ? ഓപ്ഷൻ ഡിയിൽ 1 ഇല്ല, ഓപ്ഷൻ സിയിൽ 1 ഇല്ല. 2ാമത്തത് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ആണോ? ശരിയാണ് അല്ലേ. അപ്പോൾ 2 ഉള്ളതും നമുക്ക് വെട്ടിക്കളയാം. കാരണം എന്താ? തെറ്റായതാ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എയിൽ എന്തുണ്ട്? 2 ഉള്ളത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ എയും നമ്മൾ വെട്ടിക്കളയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ആൻസർ വന്നു കഴിഞ്ഞു. ഓപ്ഷൻ ബി 1ഉം 3ഉം ആണ് എന്ത്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 3ാമത്തെ പ്രസ്താവന എന്താ? ഗ്രാനൈറ്റ് ഒരുതരം അവസാദ ശിലയാണ്. ആണോ? അല്ലല്ലേ. അപ്പോൾ ആഗ്നേയ ശിലകളാണ് ഏതൊക്കെ? ഗ്രാനൈറ്റും ബസാൾട്ടൊക്കെ ഏതാ? ആഗ്നേയ ശിലകളാണ്. 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഏതാ? അഗുൽഹാസ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി അഗുൽഹാസ് ആണ്. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്തതൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞാലോ? ബിയിലില്ല, ഡിയിലും എന്തില്ല? 1 ഇല്ല. അപ്പോൾ അത് 2ഉം നമ്മൾ വെട്ടിക്കളഞ്ഞു. 2ാമത്തത്, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശരിയാണോ? പിന്നെ തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമ താപോർജമാണോ സ്ഥിതി ചെയ്യുന്നത്? അതും തെറ്റാണ് അല്ലേ. 2 ഉള്ളതും നമുക്ക് വെട്ടിക്കളയാം. ഇനി 3ാമത്തത്, ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. അത് ശരിയാണോ? അതും തെറ്റാണ് അല്ലേ. ഏതാ? ഗാന്ധി നഗറാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. 4ാമത്തത്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഹാരിക്കെയിൻ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ഹാരിക്കെയിൻ എന്ന പേരിലാണ്. ഇനി 11ാമത്തെ ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാ? NW3 ആണ് അല്ലേ. നാഷണൽ വാട്ടർവേ 3 ആണ്. അതൊക്കെ PYQ തന്നെയാണ് അല്ലേ. 12ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഏതായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു അല്ലേ. സൗദി അറേബ്യ ആയിരുന്നു. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ? ഭാഗമല്ലാത്ത പ്രസ്താവനകൾ. 1, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണോ? സൃഷ്ടിച്ചിട്ടുണ്ട്. ശരിയാണ്. 2ാമത്തത്, ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. ശരിയാണല്ലേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4ാമത്തത്, 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. തെറ്റാണല്ലേ. 1951-56 കാലഘട്ടത്തിലാണ് ഇത് 1ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് അല്ലേ. 60-നൊക്കെ ശേഷമായിട്ടാണ് ഏത് ആരംഭിക്കുന്നത്? 1ാം നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാ? 1ഉം 2ഉം 3ഉം ശരിയാണ്. 4 എന്തല്ല? ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്, 4 ശരിയല്ല. 14ാമത്തെ ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്ക് പ്രകാരം ഇവയുടെ ഉൽപാദനത്തിൽ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഏതാ വരുന്നത്?
ഇതിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏത് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നെല്ല് അല്ലേ. ഒന്നാമത് നെല്ലാണ്, രണ്ട് ഗോതമ്പ്, പിന്നെ ചോളം, പയറുവർഗ്ഗങ്ങൾ. ഇത് ട്വിസ്റ്റൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, BAC അതുപോലെ D, അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രസ്താവന 1 ഇതാണ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. രണ്ടാമത്തത്, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% അല്ലെങ്കിൽ 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. ഇത് കുറേ കാലമായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 6.5 തന്നെയാണ്. പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടും അത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ കാലഗണന അനുസരിച്ചിട്ട് ഇവ ശരിയായ ക്രമം ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇതിന് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 2, 4, 1, 3. അതായത് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950-ലാണ്. രണ്ടാമത് വരുന്നത് ഭൂപരിഷ്കരണ നിയമം ഏത് വർഷമാണ് വരുന്നത്? 1969-70 ആ കാലഘട്ടത്തിലാണ്. അതുപോലെ 1 ഏതാ? ബാങ്ക് ദേശസാൽക്കരണം ഏതാ? 1969 തന്നെയാണ്. അതുപോലെ മൂന്നാമതായിട്ട് വരുന്നത് 500, 1000 നോട്ടുകൾ നിരോധിക്കുന്ന ഏതായിരുന്നു വർഷം? 2016-ലുമാണ് അല്ലേ. ഇനി 17ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചിട്ട് ശരിയായ ഓപ്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. രണ്ടാമത്തത്, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പാക്കി. അപ്പോൾ ഈ 2 പ്രസ്താവനകളെയും നമ്മൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താ വരിക? 1ഉം 2ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെ അല്ലേ. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അത് തന്നെയാണ് എന്തും പറഞ്ഞ് രണ്ടാമത്തിലും പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ 12 പഞ്ചവത്സര പദ്ധതികൾ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ നോക്കിയേ, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 എന്നത് പ്രസ്താവന 1ൻ്റെ എന്താണ്? വിശദീകരണവുമാണ്. ഇനി 17ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. അടൽ ഇന്നൊവേഷൻ മിഷൻ ഉണ്ട്, മെത്തനോൾ സമ്പദ്ഘടനയുണ്ട്, സഹകരണ ഫെഡറലിസം, അതുപോലെ ശൂന്യ ക്യാമ്പയിൻ അല്ലേ. നമുക്ക് ഇതിൽ പെട്ടെന്ന് കിട്ടുന്നത് ശൂന്യ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടതാ? ശൂന്യ ക്യാമ്പയിൻ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? നമ്മളെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ. ഏതായിരുന്നു ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത്? ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ഇത് ശൂന്യ ക്യാമ്പയിന്. അപ്പോൾ ഒന്നാമത് 4 എന്ന് പറയുന്നത് ഏത് വരും? നമ്മുടെ എ ആണ് വരുന്നത്. അതായത് അത് സഹകരണ ഫെഡറലിസം. നമുക്കറിയാം സഹകരണ ഫെഡറലിസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിലും സഹകരണ ഫെഡറലിസം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഓപ്ഷൻ ഡി നോക്കിയേ നിങ്ങൾ, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് അല്ലേ. അതാണ് വരിക അല്ലേ. 3D ആണ് വരുന്നത്. അതുപോലെ മെത്തനോൾ എന്താ? ഇന്ധനവുമായി ബന്ധപ്പെട്ടതല്ലേ മെത്തനോൾ. അപ്പോൾ നോക്കിയ ഓപ്ഷൻ സി നോക്കിയാൽ നിങ്ങൾ എന്താ? എണ്ണ ഇറക്കുമതി ബിൽ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നേ ബാക്കിയുള്ളൂ. ഇത് അടൽ ഇന്നൊവേഷൻ മിഷൻ ഏതാ? ഇന്നൊവേഷൻ നവീകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സംരംഭകത്വം, അതുപോലെ നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നുള്ളത് അല്ലേ. അപ്പോൾ 1B ആണ്, 2C ആണ്. 1B, 2C, 3 ഏതാ? 3D വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക, എൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 19 ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് പ്രസ്താവന 2, 3 ശരിയാണ്, 1, 4 എന്തല്ല? ശരിയായിട്ടുള്ള പ്രസ്താവനകളല്ല. ഇനി 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിട്ട് ശരിയായുള്ള വസ്തുതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ള വസ്തുതകൾ വരുന്നത്? ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉമാണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ്. 21 സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയാണ്?
ഏതൊക്കെയാണ് വരുന്നത്? 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഏതാ? 326 അതുപോലെ മൂന്നാമത്തത് 1989 61 ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രായം 21 നിന്ന് 18 ആര് കുറക്കുന്നത്? രാജീവ് ഗാന്ധി കുറക്കുന്നത്. 22ാമത്തെ ചോദ്യം, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക, നിങ്ങൾ ആൻസർ കണ്ടെത്താം. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് പറയുന്നത്. ഇത് നമുക്ക് വായിച്ചാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് തോന്നിയത്. 23 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയായിരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ജസ്റ്റ് ഒന്ന് നോക്കി. ഇതും വലിയൊരു ടൈറ്റായിട്ട് തോന്നാത്തൊരു ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഇനി 24 ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ആരാ നിലവിൽ? മൻസുഖ് മാണ്ഡവ്യ അല്ലെ? മൻസുഖ് മാണ്ഡവ്യാണ് നിലവിൽ ആര്? കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ്. ശരിയാണോ? ശരിയാണല്ലേ. 15ാമത്തെ പ്രസിഡന്റാണ് ആര്? നമ്മുടെ ദ്രൗപദി മുർമു. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷനൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് 2 വെട്ടി 3ഉം വെട്ടി അല്ലേ. ഇനി രണ്ടാമത്തത് 14ാമത്തെ പ്രസിഡന്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 15ാമത്തെ പ്രസിഡന്റാണ്. പിന്നെ 14ാമത്തെ പ്രസിഡന്റ് ആവോ? അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 2 ഉള്ളതൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? ഒന്നാമത്തെ ഓപ്ഷനിൽ എന്തുണ്ട്? 1 മുതൽ 4 വരെയും ശരിയാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 മുതൽ 4 വരെ ശരിയാന്ന് പറഞ്ഞാൽ അതിലെന്ത് ചെയ്യും? 2ഉം കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതും നമുക്ക് വെട്ടിക്കളയാം. ഇനി നോക്കാനൊന്നുമില്ല. ബാക്കിയുള്ളത് ഓപ്ഷൻ ബി 1ഉം 3ഉം എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി 26 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ 2023 ചോദിച്ചത് മുഖ്യ അതിഥി ആരായിരുന്നു? അതായത് അബ്ദുൽ ഫത്താഹ് അസീസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഏതായിരുന്നു? ഈജിപ്ത് അല്ലേ. ഓപ്ഷൻ ഡി ആണല്ലേ. 1 ശരി എന്നുള്ളത് വരും. ഇനി 27ാമത്തെ ചോദ്യം, സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാ? കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. ആർക്കാ? എൻഡോസൾഫാൻ അല്ലേ. എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സ്നേഹസാന്ത്വനം. 28 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൽ ഏതൊക്കെയായിരിക്കും ശരിയായത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസറിൽ എത്താനുള്ളൊരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടെ. ഈ 3ാമത്തെയും 4ാമത്തെയും പ്രസ്താവന ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. 4ാമത്തത്, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം. 3ഉം 4ഉം പ്രസ്താവനയാണ് അത്. ഇത് നമുക്കറിയാം. ഏത്? ഔദ്യോഗിക വേഷത്തിൽ ആകരുത് എന്നുള്ളതാണ് ഏത് ശരിയായിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. അത് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 3 എന്തായാലും ശരിയാണ് അല്ലേ. 3 എന്താണ്? എന്തായിട്ടും ശരിയാണ്. ഈ 3 ഇല്ലാത്ത ഓപ്ഷനൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? 3 ഉള്ളത് നമുക്ക് വെട്ടിക്കളയാം. പക്ഷെ 3 ഇല്ലാത്തത് നമുക്ക് ആദ്യം വെട്ടിക്കളയാം. 3 ഇല്ലാത്ത ഏതൊക്കെയാണുള്ളത്? ഇതിൽ 3 ഇല്ല. അതുപോലെ ഇതിൽ 3 4 ശരിയുണ്ട്. ഇതിൽ 1 2 3 ശരിയുണ്ട്. ഈ 4 ശരി എന്നുള്ളത് വരുമോ നമുക്ക്? കാരണം 4ാമത്തെ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി വെട്ടിയപ്പോൾ ഇത് നമുക്ക് വെട്ടിക്കളയാലോ. അതുപോലെ ഓപ്ഷൻ ഡി നോക്കിയേ. 1 മുതൽ 4 വരെ ശരിയാണോ? 4ാമത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു തെറ്റാണ്. വേറെ ഒരു ഓപ്ഷൻ നമുക്ക് 1 2 അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് നമുക്ക് ഓപ്ഷൻ സി എന്നുള്ളത് എത്താൻ കഴിയും. 1ഉം 2ഉം 2 ആർട്ടിക്കിൾ വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അത് നമുക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ കഴിയും. ഇനി 29ാം ചോദ്യം, വാത്സല്യ നിധിയെ എന്ന പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഇനി 30ാമത്തെ ചോദ്യം, വിദ്യാജ്യോതി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്താം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് വിദ്യാജ്യോതി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ട് വരുന്നത്. ഇനി 31, കേരള സംസ്ഥാനത്തിൽ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? ചിന്താ ജെറാം ആയിരുന്നു ഇതുവരെ. ഇപ്പോൾ ആരാണ്? എം ഷാജറാണ് അല്ലേ. 2 മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് 2 ശരി. 32ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇതിൽ ചിലപ്പോൾ ഇത് ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. കാരണം PSC കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം
ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഗൂഗിളിൽ കാണാൻ കഴിയുന്നത് മുഹമ്മദ് മുസ്താഖ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി 2 ശരിയെന്ന് വരും. അല്ലെങ്കിൽ പിന്നെ ക്യാൻസൽ ആവും. കാരണം ആശിഷ് ജിതേന്ദ്ര ദേശായി നിലവിൽ എന്തില്ല, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ല കേട്ടോ. ഇനി 33 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ലെന്നും സൂചിപ്പിക്കുന്നു. ശരിയാണല്ലേ. വെള്ള നിറം നമ്മൾ എവിടെ കാണിച്ചാലും എന്താ, സമാധാനത്തിൻ്റെ നിറം എന്നൊക്കെയാണ് പറയുന്നല്ലേ. അപ്പോൾ ഇവിടെയോ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നറിയിപ്പൊന്നുമില്ല, മഴയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ശരിയായതല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നില്ലാത്തതൊക്കെ നമുക്ക് വെട്ടിക്കളയും. ഒന്നില്ലാത്തത് ഏതാണല്ലേ? ഓപ്ഷൻ ഡിയിൽ ഒന്നില്ല. രണ്ടാമത്തത് പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ശരിയാണോ? ഒരിക്കലും അല്ല അല്ലേ. പച്ച നിറം നമുക്ക് അങ്ങനെയാണോ കാണിക്കുക? വലിയ തോതിൽ മഴയുണ്ടെന്ന് പറയുമോ? അതും തെറ്റാണല്ലേ. ബേസിക്കായിട്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2 ഉള്ളതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഏതിലൊക്കെ 2 ഉണ്ട്? ഇതിൽ 2 ഉണ്ട്. 1 മുതൽ 4 വരെ ശരിയെന്ന് പറയുമ്പോൾ അതിലും 2 ഉണ്ട്. നമുക്ക് നേരിട്ട് ആൻസറിലെത്തി. ഓപ്ഷൻ സി 1, 3 ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, അടുത്തത് പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കല ഏതായിരിക്കും? ഓപ്ഷൻ ഡി അല്ലേ, 10-10 ആണ്. ഇനി 35 ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാ? ഓപ്ഷൻ സി ആണല്ലേ, കമ്മ്യൂണിറ്റി റിസർവ് ആണ്. കമ്മ്യൂണിറ്റിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണം കമ്മ്യൂണിറ്റി റിസർവുകളാണ്. 36 ദ്രാവകാവസ്ഥയുള്ള യോജക കലയ്ക്ക് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി രക്തമാണ്. ഇതൊക്കെ എസ്ട്രിയോ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 37 മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? ഇതും ബേസ് തന്നെയല്ലേ അല്ലേ. ഓപ്ഷൻ ബി കരളാണ്. 38 മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു. ഏതായിരുന്നു? ഓപ്ഷൻ സി 38 ഓപ്ഷൻ സി അക്രോമെഗലിയാണ് അല്ലേ. ഓപ്ഷൻ സി അക്രോമെഗലിയാണ്. 39 ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലൂടെയുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ലൈസോസൈം അല്ലേ. ലൈസോസൈം ആണ്. 40 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാ? മിഠായി ആണല്ലേ. ഓപ്ഷൻ ബി മിഠായി ആണ്. 41 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇത്. 42 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർഷം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ്, 2 ജൂളാണ്. 43 നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാ? ഓപ്ഷൻ ഡി ആണല്ലേ, അപവർത്തനമാണ്. 44 ഫാരനീറ്റ് സ്കെയിലും 32 ഡിഗ്രി ഫാരനീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാ? ഓപ്ഷൻ എ ആട്ടോ. 44 ഓപ്ഷൻ എ ആണ്, 0 ഡിഗ്രി ആണ്. 45 ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട തീയതി കുറേ പ്രാവശ്യം PSC ചോദിച്ചു. ഓഗസ്റ്റ് 23 ആണ്. 46 സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ഏതാ? ആദിത്യ L1 ആണ്. 47 രാജദ്രാവകം അതായത് അക്വാറീജിയ എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്ഷൻ എ അല്ലെ, നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ വരുന്നത്. 48 ഇന്ത്യയിൽ 0 കാർബണായ ആദ്യത്തെ നഗരം ഏതാ? സാഞ്ചിയാണ്. ഓപ്ഷൻ സി സാഞ്ചി തന്നെയാണ്. 49 താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലെ, സോഡിയം അമാൽഗമാണ്. 50 താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലൈൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സിങ്ക് ബ്ലൈൻഡ് ഓപ്ഷൻ ഡി ആണ്, സിങ്ക് സൾഫൈഡ് ആണ്. 51 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏതാണ്? PSC ഇത് തന്നെ മുൻപ് എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാ? ക്വാണ്ടം ഡോട്ട്സ് അല്ലേ. ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് ആണ്. 52 അപ്പുക്കിളി എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസമാണ്. 53 കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? സർക്കസ് അല്ലേ, സർക്കസിലായിരുന്നു. 53 ഓപ്ഷൻ സി സർക്കസ് ആണ്. 54 തിക്കോടിയൻ ആരാ? പി കുഞ്ഞനന്ദൻ നായരാണ് അല്ലേ. ഓപ്ഷൻ എ ആണ്, തിക്കോടിയൻ ആരാ? ഓപ്ഷൻ എ ആണ്. 55
പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നവർ ബാക്കിയുള്ളവർ ഇതിനെ പഠിച്ചോവർ. ഈ ഓവർ നിൽക്കും കിട്ടും ഏതാ? മുഹീദ്ദീൻ മാലയാണ്. 56 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചന ഏതായിരുന്നു? 56 ഓപ്ഷൻ ബി ആണ്, ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ളതാണ്. 57 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരൻ ആരായിരുന്നു? ആർ പ്രജ്ഞാനന്ദയായിരുന്നു. 58 മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാ? കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചു, കേരള വന ഗവേഷണ കേന്ദ്രമാണ്. 59 ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാ ബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഏതാ? ഇതൊക്കെ എല്ലാവരും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതും കേൾക്കുന്നതുമായ സാധനം അല്ലേ? ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാ ബൈറ്റ്. ഇത് കഴിഞ്ഞാൽ ഏതാ വരുന്നത്? ജിഗാ ബൈറ്റ് അല്ലേ? ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഗിഗാ ബൈറ്റ് എന്നാണ്, ജിഗാ ബൈറ്റ്. 60 തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക എന്നുള്ളത് ഏതാ? എഡ്ജ്, മൈക്രോസോഫ്റ്റ്. ഏതാ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കി നോക്കിയേ, ഏതൊക്കെയാ? ഓപ്ഷൻ ഡി അല്ലേ ഇവരല്ലേ? 1, 3, 4. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് ആണല്ലേ? അഡോബാണ് ഇത് ഫോട്ടോഷോപ്പ് നിർമ്മിച്ചിരിക്കുന്ന കമ്പനി ഏത്? അഡോബാണ് അല്ലേ? അപ്പോൾ 2 തെറ്റാണ്. 3 മാക്ക്, ആപ്പിൾ തന്നെയാണ്. ആൻഡ്രോയിഡിൻ്റെതാണ് ഏത്? ഗൂഗിൾ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ശരി തന്നെയാണ്. ഇനി 61 കൂട്ടത്തിൽ പെടാത്തത് ലാന്, വാന്, ക്യാന്, മാന് ഏതാ? നമുക്കറിയാം ബേസിക് സാധനം ഏതാ? ക്യാൻ അല്ലെ? 61 സി ക്യാൻ ആണ്. 62 താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ബന്ധമില്ലാത്തതാണ്. ചാടിക്കയറി നമ്മൾ ഫേസ്ബുക്ക് ഒന്നും കർപ്പിക്കരുത്. മെറ്റയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ടെലിഗ്രാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ടെലിഗ്രാം ഒഴിച്ച് ബാക്കിയൊക്കെ ആപ്പ് തുറക്കുന്ന സമയത്ത് ആദ്യം മെറ്റാന്ന് ചെറുതായിട്ടെങ്കിലും കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ 62ന് ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. 63 ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ ബി ആണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് AI ഉപയോഗിക്കുന്നതാണ് ഇത് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. 64ാമത്തെ ചോദ്യം വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? നമുക്കറിയാം ആരാ? ഗവർണറാണ് അല്ലെ? സംസ്ഥാനത്ത് നിയമിക്കുന്നത് ഗവർണറാണ്. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനം ഏതാ? ഓപ്ഷൻ എ ആണ്. സേവനങ്ങളിലെ നിസ്വാർത്ഥ സേവനങ്ങളൊന്നും എന്തല്ല ഒരു ഉപഭോക്തമായിട്ട് കണക്കാക്കാറില്ല. 66 ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക, ആൻസർ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളത് എന്താണ്? തെറ്റാണ്. 67 ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്. മുകളിൽ പറഞ്ഞതെല്ലാം എന്തുണ്ട്? ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. 68 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം, അതായത് പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാ? 2012 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാ? 69ന്റെ ആൻസർ ആരാ? അരുൺ കുമാർ മിശ്ര അല്ലേ? കഴിഞ്ഞ LDCക്ക് 2 ക്വസ്റ്റ്യൻ വന്ന സാധനമാണിത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ ഈ വർഷത്തെ LDCക്കും ചോദിച്ചിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്. 70 ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാ? രേഖ ശർമ്മയാണ് അല്ലേ? ഓപ്ഷന് രേഖ ശർമ്മ. ഇതൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് കുറേ കാലമായിട്ട് PSC ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസാണ്. ഇനി 71ാമത്തെ ചോദ്യം മാത്സ് ആണ്. ഇനി നമ്മൾ ആൻസർ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. 71 ഓപ്ഷൻ ബി ആണ് വരുന്നത്, 15%. 72ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 138. 73ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2 മണിക്കൂർ 15 മിനിറ്റ്. 74ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 എന്നുള്ളതാണ്. 75ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 30 ദിവസം. 76 ഒറ്റയാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് 76ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 77ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, തെക്ക്. 78ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 79ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 19. 80ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 17. ഇനി 10 ഇംഗ്ലീഷാണ്. 81ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്,
അല്ലേ? അലോങ് വിത്ത് വരുമ്പോൾ ഹാസ് വരും. ലെറ്റ് വന്നാൽ നമ്മൾ ഏതാ വരുന്നത്? ഷാൾ വി വരണം അല്ലേ? ഷാൾ വി വരണം. ലെറ്റസ് വന്നാൽ ഏതാ വരേണ്ടത്? ഷാൾ വി വരണം. 83-ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ. PSC കൊടുത്തേക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് 83-ൻ്റെത്. 84 വരുന്നത് ഈഫ് ക്ലോസ് ആണ് അല്ലേ? ഈഫ് ക്ലോസ് വന്നാൽ ഈഫ് ഹാഡ് മണി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കന്നഡ നോയിങ്ങിൻ്റെ എക്സാമിൽ ഇതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിൽ വരുന്ന എങ്ങനെയാണ് വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 84-ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വുഡ് ഹെൽപ്പ് ആണ് അല്ലേ? ഹാഡ് മണി. ഈഫ് ഐ ഹാഡ് മണി വുഡ് ഹെൽപ്പ്. വുഡ് വരും. വുഡ് ഫോമാണ് വരേണ്ടത്. 85 ദ ഡോൾ ബിലോങ്സ് വന്നാൽ ബിലോങ്സ് ടു അല്ലേ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 86 ഐഡൻറ്റിഫൈ കറക്റ്റ് സ്പെല്ലിംഗ് വേർഡ് എന്ന് പറയുന്നത് 86-ൻ്റെത് ഓപ്ഷൻ ഡി ആണ്. 87 ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 87 ഓപ്ഷൻ സി ആണ്. സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നുള്ളതാണ്. 88 ദി ഡാഷ് ഓഫ് വോൾവ്സ് ഏതാ? പാക്ക് ഓഫ് അല്ലേ? 88-ൻ്റെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 89 ഐഡൻറ്റിഫിക്കേഷൻ നെയിം ഓഫ് ദി അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത് അല്ലേ? 89 സി ആണ്. 90-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി സർപ്ലസ് ആണ്. ഡെഫിസിറ്റ് ആൻ്റണിയുമാണ് ഇത് ഡെഫിസിറ്റ് അല്ലേ? ഡെഫിസിറ്റിൻ്റെ സർപ്ലസ് ആണ്. ഇനി 91-ാമത്തെ ചോദ്യം, അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ആണ്. സന്തതി ഇല്ലാത്തവനാണ്. 92 ശരിയായ പദം ഏതാണെന്ന് ചോദിച്ചു. 92 ഓപ്ഷൻ ഡി കവയിത്രിയാണ്. 93 സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്. പുരുഷന്മാരാണ്. ശ്ലോകത്തിൽ കഴിക്കുക. PSC കുറേ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് PYQ തന്നെയാണ് വന്നേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഒരു ഫ്രഷ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണാൻ കഴിയുന്നുള്ളൂ. 94 ഓപ്ഷൻ ബി ആണ്. ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാ അല്ലേ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. 96 ഓപ്ഷൻ എ ആണല്ലേ? പുട്ട് ഔട്ട് ടു എക്സ്റ്റിങ്ക്യൂഷ് അണക്കുക എന്നുള്ളതാണ്. 97 താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്രൗണി ആരാണ്? ദ്രൗണി എന്ന് പറഞ്ഞാൽ ആരാ? ഓപ്ഷൻ ബി അല്ലേ? അശ്വത്ഥാമാവാണ്. ഓപ്ഷൻ ബി ആണ്. 98 ചിന്മുദ്ര എന്ന പദം ശരിയായിട്ട് പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? ഓപ്ഷൻ സി ആണല്ലേ? ചിത് അധികം മുദ്ര എന്നുള്ളതാണ്. 99 കേരള പാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ എ ആണ്. AR രാജരാജവർമ്മയാണ്. 100-ാമത്തെ ചോദ്യം ഓപ്ഷൻ അക്ഷരത്തെറ്റുള്ള വാക്ക് വിശ്വസ്തനാണ്. 100-ാമത്തത് ഓപ്ഷൻ എ ആണ്. വിശ്വസ്തനാണ്.